നമ്മൾ വാസലിനും കർപ്പൂരവും കൂടെ ചേരുമ്പോഴത്തേനും ഭയങ്കര ഒരു സ്മെല്ലാണ് ഈ കർപ്പൂരത്തിന്. അപ്പോഴത്തേനും നമ്മൾ കർപ്പൂരം ഇതേപോലെ ഒന്നോ രണ്ടോ എടുത്തൊന്ന് പൊടിച്ച് ഇടുക. അതിനകത്ത് കുറച്ച് വാസലിനും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ചൂട് സമയത്താണേലും തണുപ്പ് കൂടുന്ന സമയത്താണേലും നമ്മുടെ കാലിനകത്തൊക്കെ വിണ്ട് കീറലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. നല്ല വ്യത്യാസമായിരിക്കും. രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ വാസലിനും കർപ്പൂരവും കൂടെ ഇതേപോലെ കലർത്തിയത് ഒന്ന് വിണ്ട് കീറുന്ന കാലിൻ്റെ ഉപ്പൂറ്റിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മരുന്നാണിത്. അതുകൂടാതെ തന്നെ നമുക്ക് ഈ പല്ലിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സ്മെല്ലാണ് ഈ കർപ്പൂരത്തിൻ്റെത്. പ്രത്യേകിച്ച് നമ്മൾ ഫർണിച്ചറിൻ്റെ അലമാരയിലൊക്കെ തേച്ച് കൊടുക്കണമെങ്കിലും ഇതേപോലെ വാസലിനും കൂടെ മിക്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു കുഴപ്പം ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് പിന്നെ ഈ കബോർഡിൻ്റെയൊക്കെ ഇടയിൽ നിന്നൊക്കെ പല്ലിയൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഭാഗത്ത് പല്ലിയും നല്ല പാറ്റ പോലും കാണത്തില്ല. അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊക്കെ നല്ല മണം അടിച്ചിട്ട് അങ്ങനെയുള്ളൊരു ശല്യമേ നമുക്ക് കാണത്തില്ല. കബോർഡിനകത്താണേലും എവിടെയെങ്കിലുമൊക്കെ വിടവുണ്ടെങ്കിൽ തന്നെയും അവിടെ നിന്ന് പല്ലിയൊക്കെ ഇറങ്ങി വരും കണ്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഈ വാസലിനും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഫർണിച്ചറിനൊന്നും ഒരു കുഴപ്പവും വരത്തില്ല. നല്ല ക്ലീനായിട്ട് കണ്ടോ. അത് വെച്ച് തുടച്ചു കൊടുത്താൽ തന്നെ നമുക്ക് നല്ല ക്ലീനായിട്ടിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഡോറിനകത്തൊക്കെ ഇതേപോലെ ചിലന്തിയൊക്കെ കൂട് കൂട്ടത്തില്ല. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇതേപോലെ കർപ്പൂരവും വാസലിനും കൂടെ കലർത്തി അതൊന്ന് തൊട്ട് തേച്ച് കൊടുത്താൽ മതി. അതേപോലെ ടാപ്പിനകത്ത് വാസലിൻ തേക്കുന്നത് കൊണ്ട് നമുക്ക് ആ ടാപ്പിനകത്ത് വെള്ളമൊന്നും നിൽക്കത്തില്ല. അതല്ലെങ്കിൽ അവിടേക്ക് ഒരു പാട് വീഴും. വെള്ളം ഉപയോഗിച്ച് വരുമ്പോഴത്തേനും ഒരു പാട് വീഴും. അപ്പോൾ ഇങ്ങനെ വാസലിൻ കലർത്തിയത് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്.